നമസ്കാരം. കൊല്ലപ്പെട്ടവർ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കു കസർത്തിലെ വെറും ഡാറ്റ മാത്രം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരളത്തിൽ സമാധാനപ്രിയരും വെറും ഇരകളുമായ RSSുകാരെ CPM ഓടിച്ചിട്ട് കൊല്ലുകയാണെന്ന പരിദേവനവുമായി കേന്ദ്രത്തിൽ നിന്ന് സാക്ഷാൽ നരസിംഹം കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ കേരളത്തിലെത്തി. കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ രാജേഷിൻ്റെ വസതിയും സന്ദർശിച്ചു. ഇവിടെ വന്നപ്പോഴാണ് മാന്യനായ രാഷ്ട്രീയക്കാരൻ കൂടിയായ ജെയ്റ്റ്ലിക്ക് ഒരു കാര്യം മനസ്സിലായത്. കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഇരകൾ കുമ്മനവും മറ്റും ധരിപ്പിച്ചതുപോലെ RSSുകാർ മാത്രമല്ല. കയ്യറപ്പില്ലാതെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നതിൽ ഇരട്ടപ്പെറ്റ മക്കളാണ് RSSും CPMും എന്ന് ജെയ്റ്റ്ലിക്ക് കേരളത്തിൽ വന്നപ്പോൾ ബോധ്യമായി. ഇരസിദ്ധാന്തം മാറ്റിവെച്ച് LDF ഭരണത്തിൽ അക്രമ സംഭവങ്ങൾ കൂടുകയാണെന്ന വാദം അവതരിപ്പിച്ച് സമാധാനത്തിന് അഭ്യർത്ഥിച്ച് ജെയ്റ്റ്ലി സ്ഥലം വിട്ടു. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെ അവൻ? വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. നിന്നും ജ്വാലകണക്കെ ജലധിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ. ജനതിമിരങ്ങൾ ചിന്നിച്ചിതറും ഭ്രമണപഥത്തിൽ കത്തിപ്പടരുന്നേ. ദിക്കുകൾ ഞെട്ടുന്നേ, ദിനകരനൊരുങ്ങുന്നേ, ജനമുടിയാട്ടി നഗരം നീട്ടി അടിമുടി അലറുന്നേ. That every time the LDF is in power, the incidents of violence increase. You have political opponents being killed, and killed in the most brutal and barbaric manner. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. These are not incidents where there was some incident or a scuffle which was provocative and somebody accidentally died. You corner an innocent victim, you catch him when he's alone, and you inflict multiple wounds on his body. The kind of wounds inflicted on Rajesh would have even embarrassed the terrorists. That is the cruelty and enormity of the barbaric nature in which this violence has taken place. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കൊലപാതകങ്ങളില്ല എന്ന് ജെയ്റ്റ്ലി പറഞ്ഞത് ചിരിപ്പിച്ചു കളഞ്ഞു. കൊലപാതകം 229, ബലാത്സംഗം 803, തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ 2682. യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിൽ UPയിലെ കഥകളാണിത്. യോഗിയുടെ സ്വന്തം സംഘടനയായ ഹിന്ദു യുവവാഹിനി ഗുണ്ടകളും പശു സംരക്ഷകരും നടത്തുന്ന അക്രമങ്ങൾ വേറെ. 2004 ശേഷം നടന്ന പശു സംരക്ഷണ അക്രമങ്ങളും കൊലപാതകങ്ങളും UP, ഹരിയാന, ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ മാത്രം. ഗാന്ധിജിയുടെ നാടായ ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിക്കു വരെ പോകാൻ നിവൃത്തിയില്ല. പോകുന്ന പോക്കിൽ ജെയ്റ്റ്ലി ഇവിടങ്ങളിൽ കൂടി ഒന്നിറങ്ങണം എന്ന അഭ്യർത്ഥന കൂടിയുണ്ട്. I repeat, between the perpetrators and the victims, that attitude will not bring violence to an end. There can't be in this country double standards on incidents of this kind. Let us assume the kind of violence which has taken place recently, or the political violence in Kerala, had taken place in any BJP or NDA ruled state. കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ധരിക്കുന്നതിൽ അർത്ഥമില്ല. മരണം ആരുടേതായാലും ഒരാളുടേതായാലും നഷ്ടമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ
BJP ദേശീയ തലത്തിൽ നടത്തുന്ന പ്രചാരണവും പ്രതിരോധം തീർക്കുന്ന CPM-ഉം മേധാവിത്വത്തിനു വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ അഭ്യാസങ്ങളാണ് ഇവ. ജെയ്റ്റ്ലി തങ്ങളെയും കാണണം എന്ന ആവശ്യവുമായി RSSുകാർ കൊലപ്പെടുത്തിയ CPM-കാരുടെ കുടുംബാംഗങ്ങളും രാജ്ഭവന് മുന്നിൽ തമ്പടിച്ചു. കാണാൻ തയ്യാറാണെന്ന് മാന്യനായ ജെയ്റ്റ്ലി പറഞ്ഞതു തന്നെ ഇരകൾ ഇപ്പുറത്തുമുണ്ട് എന്ന് അംഗീകരിക്കലാണ്. ദുരൂഹതകളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ടുമായാണ് തയ്യൽക്കാരൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത്. പ്രമാദമായ കേസ് തെളിയിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വേഷം മാറിയെത്തിയ CID-ആണെന്നും വിചാരിച്ചവരുണ്ട്. മുടങ്ങിക്കിടക്കുന്ന അക്കരക്കാവിലെ ഉത്സവം നടത്താൻ തിരുവാഭരണവുമായി എത്തിയ തമ്പുരാനാണോ എന്നും സംശയിച്ചു. കേന്ദ്രമന്ത്രി ഇവിടെ വരുന്നതിന് നമുക്ക് സ്വാഗതമാണ്. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി RSSുകാർ കൊടുക്കുന്ന ഫണ്ടിലല്ല അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹം ഇവിടത്തേക്ക് വരുന്ന വിമാനത്തിൻ്റെ ചാർജ് നമ്മുടെ രാജ്യത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ BJP-ക്കാരുടെ വീട്ടിൽ മാത്രം പോകുന്നത് ശരിയാണോ? അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് കാണിക്കണം. BJP കൗൺസിലർമാരുടെ വീട്ടിലേക്ക് പോകുന്ന കേന്ദ്രമന്ത്രി മറ്റ് കൗൺസിലർമാരുടെ വീടുകൾ സന്ദർശിക്കാത്തത് രാഷ്ട്രീയമായ അല്പത്വമാണ്. There was an argument being put up that there are some victims amongst the members of the left parties also. I have no difficulty. If anybody wants to meet me, I'll be too glad to meet them. It's our mutual responsibility in the political system to see that violence doesn't take place. ഇത് കേരളത്തിൽ അക്രമം സംഘടിപ്പിച്ച് ക്രമസമാധാനം തകർത്ത് ഇവിടെ പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രസിഡന്റ് ഭരണമെന്നും അങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കഴിയുമോ? അതെല്ലാം വ്യാമോഹമാണ്. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ വാ. RSSുകാർ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ് ഇന്ത്യയിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റിനെ RSS പറയുന്ന പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ നിങ്ങൾ പിരിച്ചുവിടട്ടെ, അപ്പോൾ നമുക്ക് കാണാം എന്ന് മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനപിന്തുണയുള്ളിടത്തോളം നിങ്ങളുടെ ഓലപ്പാമ്പുകളൊന്നും ഞങ്ങൾ ഭയപ്പെടാൻ പോകുന്നില്ല. അതൊന്നും കാണിച്ച് ഇടതുപക്ഷം നിങ്ങൾ മരട്ടണ്ട. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും നീ പോടാ മോനെ ദിനേശ. സമാധാന യോഗത്തിന് തൊട്ടു മുമ്പ് നടത്തിയ ഇരു പാർട്ടികളുടെയും ഗോഗോ വിളിക്കലാണ് നമ്മൾ കണ്ടത്. സർവകക്ഷി യോഗത്തിൽ എല്ലാം പറഞ്ഞു തീർത്തെങ്കിൽ നന്നായി. ഊരിപ്പിടിച്ച കത്തി ഇനിയെങ്കിലും കോടിയേരിയും കുമ്മനവും ഉറയിലിടണം എന്നാണ് വക്രദൃഷ്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. അവിടെ സുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. ഇന്നലെ സമാധാന യോഗം നടന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. ഞങ്ങൾ സഹകരിച്ചു. സാർ, ആ സമയത്ത് എന്താ നടക്കുന്നത്? അരുൺ ജെയ്റ്റ്ലി വരുന്നു. സാർ, ഇവിടെ ഒരു ഭാഗത്ത് അരുൺ ജെയ്റ്റ്ലി വരുന്നു, മറുഭാഗത്ത് രാജ്ഭവന്റെ മുമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി ഗോകുവ വിളിക്കുന്നു. എന്നിട്ട് വൈകുന്നേരം ഞങ്ങളെ വിളിച്ച് സമാധാനം എത്താൻ. സാർ, എന്താണ് സാർ ഇതിനർത്ഥം? എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറയ്ക്കാം കിനാവിൽ, പൂവിൻ നീർമുത്തേ നീ തൂമഞ്ഞിൻ തുള്ളിയോ, തേങ്ങുന്നൊരെന്നാത്മദാഹമോ, എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറയ്ക്കാം കിനാവിൽ, പൂവിൻ നീർമുത്തേ നീ തൂമഞ്ഞിൻ തുള്ളിയോ, തേങ്ങുന്നൊരെന്നാത്മദാഹമോ. നൂറ്റിക്കണക്കിന് സായ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് അപ്പോൾ നമുക്ക് പിരിയാം. ഒരിടവേള, സഭയിലെ സമാധാന ചർച്ച. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ.
ഇന്ന് CPM-ഉം BJP-യും ഇപ്പോൾ പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളായി മാറിയിരിക്കുന്നു സാർ.